ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, "ഇല്ല, ആരാ?" ഞാൻ ഡയറക്ടർ ജീത്തു ജോസഫാണ്. പലരും നമ്മുടെ അടുത്ത് ചോദിക്കും എന്തെങ്കിലും കഴിച്ചോ, ഭക്ഷണം വേണോ, ചായ കുടിച്ചോ എന്നൊക്കെ പലരും മേടിച്ചു തരും. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകാൻ നമുക്ക് പേടിയാണ്. ഇപ്പോൾ എവറസ്റ്റ് ശ്രമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 35 ലക്ഷം വരും. ഡൽഹിയിലെ ആൾക്കാർ മറ്റേ ഓക്സിജൻ കിട്ടാണ്ട് പറ്റുന്ന സമയമില്ല, ആ സമയം ഞാൻ ഡൽഹിയിലാണ്. ഒന്നാമത് എൻ്റെ സൈക്കിളും കൊണ്ട് ഭയങ്കര ടയേർഡാ, ഫുഡും ഇല്ല. ഏണ്ടാ നീ എന്നോട് തമ്പി താനെ, കേരളാവിൽ ഒരു തമ്പി എടുക്കാതെ നീ താനെ. പോയി വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാര്യം ജീത്തു ജോസഫ് സാറിന്റെ കോൾ തന്നെയായിരിക്കും അല്ലെ? അത് ഭയങ്കര ഒരു എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നല്ലോ. സാറ് വിളിച്ചതിന് ശേഷം എന്തായിരുന്നു പിന്നെയുള്ള ഫീൽ, അല്ലെങ്കിൽ സാറ് വിളിക്കുമ്പോ എന്തായിരുന്നു? അത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഇന്റർവ്യൂ എടുത്ത് പോയിട്ട് ഇന്റർവ്യൂ എന്നുള്ള രീതിയിലല്ല ആളെടുത്തത്. ആള് ജസ്റ്റ് ഒരു വീഡിയോ, ഞാൻ നോർമലി സംസാരിക്കുന്ന രീതിയിൽ ഞാൻ ആള് വീഡിയോ എടുത്തു. അപ്പോൾ അതില് വീഡിയോ എടുത്ത് അവർ പോയി. അപ്പോൾ ആളെൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു, നമ്പർ ഇടണോ, എൻ്റെ അടുത്ത് പേഴ്സണൽ നമ്പറൊക്കെ ചോദിച്ചു. അങ്ങനെ ആളാണ് വീഡിയോ ഇട്ടത്. ആള് വീഡിയോ ഇട്ട് എൻ്റെ നമ്പറൊക്കെ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ആയിട്ട് ആള്. അപ്പൊ അത് കണ്ടിട്ട് ഈ വീഡിയോ, അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു കുറെ കോള് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കോള് വന്നു. കുറെ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വെക്കാൻ പറ്റില്ല, അപ്പൊ തന്നെ അടുത്തടുത്ത് കോളുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇടയിൽ ഞാനിങ്ങനെ ഒരു ക്യാമ്പിങ് വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഞാൻ അനിയന്മാരും ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് മാഗിയൊക്കെ ഉണ്ടാക്കി, വീടിന്റെ അടുത്ത് പാടത്ത് പോയി മാഗിയൊക്കെ ഉണ്ടാക്കുന്നു. ഇതുപോലെ ഒരു വൈകിട്ട് ഈ സമയത്ത് ഒരു കോള് വന്നു. ഞാൻ കോൾ എടുത്തു. പറഞ്ഞു നിതിനാണോ? പറഞ്ഞു നിതിനാണ്. സിനിമയിൽ വർക്ക് ചെയ്യാൻ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നത്, സിനിമയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് സത്യമായിട്ടാണോ? അപ്പം ഞാൻ പറഞ്ഞു അതെ, അത് സീരിയസ് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ സീരിയസ് ആയിട്ടൊക്കെയാണ്. അപ്പോൾ ആള് പറഞ്ഞു ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്, സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ആരാണെന്നൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആരാ? ഞാൻ ഡയറക്ടർ ജീത്തു ജോസഫാണ്. എന്ത്? ഞാൻ ഡയറക്ടർ ജീത്തു ജോസഫാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം സൈലന്റ് ആയി. അതായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ സൗണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആളുടെ സൗണ്ട് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ പുതിയ സിനിമ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ ചെയ്യുമ്പോൾ വർക്ക് ഓൺ ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. കോൾ കട്ട് ചെയ്തു. അപ്പം എനിക്ക് ഞാൻ അനിയന്മാരുടെ അടുത്തുണ്ടായിരുന്നു. അപ്പം അനിയന്മാരുടെ അടുത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പക്ഷെ എനിക്ക് വിശ്വസിക്കാം. ഞാൻ ട്രൂ കോളറൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ട്രൂ കോളറിൽ നമുക്ക് ആർക്കും വേണമെങ്കിലും പേര് മാറ്റാമല്ലോ, അതിൽ ജീത്തു ജോസഫ് എന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ട്രൂ കോളർ നോക്കിക്കുന്ന സമയത്ത് മാതൃഭൂമിയിൽ കോൾ വന്നു, അല്ല മനോരമയിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ അവർ ചോദിച്ചു ജീത്തു ജോസഫ് വിളിച്ചോ? പറഞ്ഞു നിങ്ങളത് എങ്ങനെ അറിഞ്ഞു? അപ്പോൾ പറഞ്ഞു ജീത്തു സാറ് നിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ പയ്യനെ ആർക്കെങ്കിലും അറിയോന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സംഭവം അറിയണത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുവരെ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കി, അപ്പൊ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് കോള് വന്നു. അതായത് ജിത്തു സാറും കൂടി ഷെയർ ചെയ്തപ്പോഴേ പലരും അതിന്റെ അടിയിൽ എന്റെ നമ്പർ അറിയാവുന്നവർ കമന്റ് ചെയ്യുമ്പോ, കമന്റ് വായിക്കുന്ന ആൾക്കാരുടെ നമ്പർ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്, അല്ലാതെ നെഗറ്റീവ് അങ്ങനെ. ഇപ്പൊ കമന്റ് ബോക്സിലാണെങ്കിലും നിറയെ ഫുൾ മോട്ടിവേഷൻ. ശരിയാണ്, ട്രാവൽ ചെയ്യാൻ ഇപ്പൊ എല്ലാവർക്കും പറ്റും. ഇപ്പൊ സൈക്കിളിലാണെങ്കിലും ട്രാവൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ട്രാവൽ ചെയ്യുന്ന കൂടെ സ്വന്തമായി വരുമാനം കണ്ടെത്തി ആ വരുമാനത്തിൽ നിന്നാണല്ലോ നിതിൻ പോയത്. എല്ലാവർക്കും റെസ്പെക്ട്, നമുക്കാണെങ്കിലും ഭയങ്കര റെസ്പെക്ട് തന്നെയാണ്. ഇനി നമുക്ക് ചെറിയൊരു ഗെയിമിംഗ് സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെ സെഗ്മെന്റിന്റെ പേര് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. സത്യം മാത്രമേ പറയാവൂ. അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യു ഹാവ് എ ട്രൂ ലവ്? യെസ്. യു ആർ എ ചീറ്റ്? നോ. ഓക്കെ, സത്യം മാത്രമേ പറയാവൂ കേട്ടോ. ലവ് മണി മോർ ദാൻ എനിത്തിങ്? ഒരുപാട് ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണോ അത്? ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആയെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാം. You are always in too many relationships at a time? No. Have you ever skipped classes? Yes. Self-harmed? എപ്പോഴെങ്കിലും? Yes. Broken up with someone? Yes. What's your favorite show? Yes. TV show ഒക്കെയാണോ? ബിഗ് ബോസ്. കറന്റ് അഡിക്ഷൻ ആണോ? What's your favorite movie? Into the Wild. Favorite singer? A.R. Rahman. Favorite book? Call Me by Your Name. Okay. നമ്മുടെ ഫസ്റ്റത്തെ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ദിസ് ഓർ ദാറ്റ്, ഇതോ അതോ ചൂസ് ചെയ്യാം. ഈ റൗണ്ടിന് നമ്മുടെ പേര് ഫ്രസന്റ് റൗണ്ട്. ഓക്കെ,
മോർണിംഗ് ഓർ ഈവനിങ്? മോർണിംഗ്. മോർണിംഗ്. ലിസൺ ടു മ്യൂസിക് ഓർ റീഡിംഗ് ബുക്സ്? റീഡിംഗ് ബുക്ക്. ഇൻഡോർ ഓർ ഔട്ട്ഡോർ? ഔട്ട്ഡോർ. കുക്ക് അറ്റ് ഹോം ഓർ ഓർഡർ ടേക്ക് ഔട്ട്? കുക്ക്. നല്ലൊരു കുക്കാണോ? ഏറെക്കുറെ. ഫുഡൊക്കെ സെൽഫായി പ്രിപ്പയർ ചെയ്തിട്ടാണ് കഴിക്കാറ്? ഓക്കെ. മൂവി നൈറ്റ് ഓർ ഗെയിം നൈറ്റ്? മൂവി നൈറ്റ്. ഡ്രോയിങ് ഓർ ജേർണലിംഗ്? ഡ്രോയിങ് എനിക്കറിയില്ല. അപ്പോൾ ജേർണലിംഗ്. ഓക്കെ. ഹാവ് പെറ്റ്സ് ഓർ ഹാവ് പ്ലാന്റ്സ്? ഹാവ് പ്ലാന്റ്സ്. ഗ്രേറ്റ്. വീട്ടിൽ നല്ല ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത്. സോളോ ഓർ ഫ്രണ്ട്സ്? സോളോ. ഒബ്വിയസ്ലി സോളോ ആയിരിക്കുമല്ലോ. ഫ്രണ്ട്സ് ഓർ ഫാമിലി? ഫാമിലി. ഫ്രണ്ട്സ്? സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഫാമിലി. ഓക്കെ. പീസ് ഓർ വയലൻസ്? പീസ്. ബീച്ച് ഓർ പൂൾ? ബീച്ച്. ഫോർമൽ ഓർ കാഷ്വൽ? കാഷ്വൽ. സാൻഡൽസ് ഓർ സ്നീക്കേഴ്സ്? സ്നിക്കേഴ്സ്. സമ്മർ ഓർ വിന്റർ? വിന്റർ. ടോക്കിയോ ഓർ പാരീസ്? പാരീസ്. ഇമെയിൽ ഓർ ലെറ്റർ? ലെറ്റർ. ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്? യൂട്യൂബ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് വെൽ ഡൺ. താങ്ക് യു. ഓക്കെ. കമ്മിങ് ടു പോയിന്റ്. നമ്മൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ, സോളോ ട്രിപ്പ് ആണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ബോർ അടിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഇത്ര ദൂരം പോകുമ്പോൾ ബോർ അടിക്കില്ലേ? ഇല്ല, ബോറടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ പല കയറ്റങ്ങളും വരും. അപ്പോൾ ഒക്കെ ചിലപ്പോൾ മേ ബി നമ്മൾ എന്താ ഫിസിക്കലി ടയേർഡ് ആവുന്നുള്ളൂ. മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കും, പക്ഷെ ഫിസിക്കലി നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. കാരണം ഇത്രയധികം ലഗേജ് വെച്ച് സൈക്കിൾ ഉന്തി കയറ്റണമല്ലോ. ഒന്നാമത് ഇങ്ങനത്തെ നോർമൽ സൈക്കിൾ ആയത് കാരണം കൊണ്ട് തന്നെ സൈക്കിൾ ഉന്തി കയറ്റാൻ പറ്റില്ല, ചവിട്ടി കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ സൈക്കിൾ തള്ളാൻ പിന്നെ ഞാൻ എടുക്കണമായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇല്ല, ഭയങ്കര ആ സമയത്തൊക്കെ നമ്മളെ മെന്റലി എന്താ ഹെൽപ്പ് ചെയ്യാനായിട്ട് പലരും വന്നിട്ടുണ്ട്. പല വോയിസ് മെസ്സേജും പലരുടെയും കോൾസും ഒക്കെ എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്കൊരു ഇതുവരെ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. ഒരു പ്രാവശ്യം നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ എത്ര അവേഴ്സ് ടയേർഡ് ആവാണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാണ്ട് കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യാൻ പറ്റും? ആക്ച്വലി പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകളൊക്കെ രാവിലെ ഒരു 5 മണി 5:30 ഇറങ്ങും. എന്നിട്ട് അവർ വെയിലാവുന്ന സമയത്ത് ഒരു 11 മണിക്കൊക്കെ നിർത്തിയിട്ട് ഉച്ചയ്ക്ക് അവർ റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് പ്രൊഫഷണൽ സൈക്ലിസ്റ്റ്. രണ്ട് വൈകിട്ട് ചവിട്ടും. അങ്ങനെയാണ്. നമ്മൾ പോണത് ഹെർക്കുലിസിലാണല്ലോ. ഹെർക്കുലിസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര, ഞാൻ പെട്രോൾ പമ്പിലൊക്കെയാണ് ടെന്റ് അടിക്കലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ റൂമൊന്നും എടുക്കാനുള്ള ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെന്റ് അടിക്കലായിരുന്നു പല സ്ഥലങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും. അപ്പം ഞാൻ പെട്രോൾ പമ്പിലേക്ക് ആയിരിക്കും എടുക്കുക. അപ്പം നമ്മൾ രാവിലെ എന്തായാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ രാവിലെ നേരത്തെ എഴുന്നേക്കും. പക്ഷെ എല്ലാം നമ്മൾ രാത്രിക്ക് എടുക്കുമ്പോൾ എല്ലാ ലഗേജൊക്കെ അഴിച്ച് ടെന്റിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഈ ലഗേജൊക്കെ കെട്ടണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങുമ്പോൾ 9 മണിക്കാവും. ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങും. ചിലപ്പോൾ 9 മണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തും. ഫുഡ് കഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കും. കാരണം നമ്മൾ അധികം ഫുഡൊന്നും വെച്ച് നമുക്ക് സൈക്കിൾ ഓട്ടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒറ്റ ഇരിപ്പിലോ കുറേ കഴിക്കാൻ പറ്റില്ല, കുറേശ്ശെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പല സ്ഥലങ്ങളിലും കുറച്ച് നിർത്തും, വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും. അങ്ങനെയായിരുന്നു ഞാൻ പോകുന്നത്. അവിടുത്തെ ആൾക്കാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പതുക്കെയാണ്. അതെ. അപ്പോൾ പലരും നമ്മളെ വന്ന് നിർത്തും, എവിടേക്ക് പോകണേ. പലരും നമ്മുടെ അടുത്ത് ചോദിക്കും, എന്തെങ്കിലും കഴിച്ചോ, ഭക്ഷണം വേണോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും മേടിച്ചു തരും. ചിലരൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിത്തരും, വെള്ളം വാങ്ങിത്തരും. ചില ഹോട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു പൈസ വാങ്ങില്ല, ചിലപ്പോൾ പകുതി പൈസ വാങ്ങുള്ളൂ. ചിലപ്പോൾ ഉണ്ട്, ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഡേ ബേപ്പൂർ എത്തിയ കോഴിക്കോട്. അപ്പൊ ബേപ്പൂർ എത്തിയിട്ട് ഞാൻ രാത്രി സെക്കൻഡ് ഡേ ആണ്, രാത്രി ഇങ്ങനെ സൈക്കിൾ ഔട്ടാ. അപ്പൊ എന്റെ മനസ്സിൽ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ടെന്റ് അടിക്കാന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ സൈക്കിൾ ഓട്ടുന്ന സമയത്ത് ഒരു സ്കൂട്ടിക്കാരൻ വന്ന് നിർത്തി. എന്നിട്ട് എവിടേക്കോ ബ്രോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ ബാക്കിൽ കേരള ടു കാശ്മീർ എന്നുള്ളൊരു ബോർഡ് ഉള്ള കാരണം കൊണ്ടാണ് ഒരു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടെ കോഴിക്കോട് അവിടെയാണ് ടെന്റ് അടിക്കാന്നുള്ള രീതി, അവിടെയാണ് ഹോൾട്ട് ചെയ്യണേന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ആ സമയത്ത് ലോക്ക്ഡൌണാ, എല്ലാവരും മാസ്ക് വെച്ച് നടക്കുന്ന സമയമാണ്. അപ്പൊ അവൻ പറഞ്ഞു, അവന്റെ പേര് വിഷ്ണു എന്നാ. വിഷ്ണു പറഞ്ഞു, ബ്രോ എൻ്റെ ഒരു വീടുണ്ട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, എൻ്റെ ചെറിയ വീട്, ആകെ 2 മുറിയുള്ളൂ.
ബ്രോക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മുറി, ഞാൻ എവിടെയും പോയിട്ട് എന്റെ അടിക്കുന്ന എനിക്ക് എന്ത് 2 മുറി എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അവന്റെ വീട്ടിൽ പോയി. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ അച്ഛനമ്മയ്ക്ക് എങ്ങനെ എന്നെ സ്വീകരിക്കും. കാരണം ഒന്നാമത് കോവിഡ് സമയമാണ്, ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരാന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകാൻ നമുക്ക് പേടിയാ. ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ അവന്റെ അച്ഛൻ എന്നെ കണ്ടപ്പോ എന്റെ സൈക്കിളൊക്കെ വാങ്ങി ആള് തന്നെ സ്റ്റാൻഡിലൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ ലഗേജ് അയക്കുന്നു. അങ്ങനെ അവന്റെ അച്ഛൻ്റെ പേര് ശിവൻ എന്നാ. അങ്ങനെ നല്ല ഇതായിരുന്നു. അന്ന് രാത്രി അവിടെ കിടന്ന് പിറ്റേ ദിവസം രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു, പൊതിഞ്ഞു തന്നു. അതായത് നമ്മളറിയാത്ത ഒരാളാണ് അന്ന് തൊട്ട്. അതായത് അന്ന് 2-ാം തീയതി സെക്കൻഡ് ആണ് അവിടെ എത്തിയത്. അന്ന് തൊട്ട് ഞാൻ ജമ്മു എത്തുന്നവരെ, അതായത് ജമ്മുവിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സിം വർക്കാവില്ല, ജമ്മു എത്തുന്നവരെ എല്ലാ ദിവസവും ആ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം വീട്ടുകാർ വിളിക്കില്ല, പക്ഷെ ആ അച്ഛൻ എന്നെ വിളിക്കും, മോനെ നിധി എവിടെ എത്തി എന്ന് വെച്ചിട്ട്, ഫുഡ് കഴിച്ചെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ പരിചയമുള്ള ആൾക്കാർ പല ദിവസങ്ങളിലായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഒരുപാട് ആൾക്കാരെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണല്ലേ, ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് വെക്കുക, അല്ലെങ്കിൽ അവരായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, അവരൊരു സ്നേഹം ലഭിക്കുക. പല കൾച്ചറിലുള്ള ആൾക്കാരും പല ഡിഫറെന്റ് ആൾക്കാരും അല്ലേ. ഓക്കെ, നൈസ്. ഇപ്പൊ എനിക്ക് ഇനി പോണമെന്നുണ്ട്. അതായത് ഇനി അവരൊക്കെ പോയി കാണണം. അതായത് മേ ബി ബൈക്കിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പോയിട്ട് അവരെ പോയി കാണണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണം. കുറച്ചുകൂടെ ഐ മീൻ നമ്മളിവിടെ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം അവരോടൊക്കെ ഇൻഫോം ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് തിരിച്ചു വന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ഇങ്ങോട്ട്. അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയി. നമ്മുടെ ഡൽഹിയിലെ ആൾക്കാർ മറ്റേ ഓക്സിജൻ കിട്ടാണ്ട് മരിക്കുന്ന സമയമില്ലേ, ആ സമയം ഞാൻ ഡൽഹിയിലാണ്. അപ്പൊ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും സൈക്കിളോട്ടാ. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ സൈക്കിളോട്ടി തെലങ്കാന കൂടി വരാനായിരുന്നു. പക്ഷെ ആ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയി, മൊത്തത്തിൽ ഇന്ത്യ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയ സമയത്ത് സൈക്കിൾ ചവിട്ടാം, പക്ഷെ നമുക്ക് എവിടെയും ടെന്റ് അടിക്കാൻ പറ്റുന്നില്ല, പെട്രോൾ പമ്പിലൊന്നും സമ്മതിക്കുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പൊ അങ്ങനെ ഡൽഹിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പൊ ഡൽഹിയിൽ ഒരു മലയാളിയുടെ കോണ്ടാക്ട് വഴി നാട്ടിലേക്ക് ഒരു ലോറി പോകുന്നുണ്ട്, ഉത്തർപ്രദേശിലാണ് ആ ലോറി. അപ്പൊ ആ ലോറിയിൽ വേണമെങ്കിൽ എനിക്ക് കയറി പോവാന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോ. അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ലോറിയിൽ കയറി പോവാന്നുള്ള രീതിയിൽ അങ്ങനെ ചെന്നു. അവിടെ ചെന്ന് അവര് പറഞ്ഞു വൈകിട്ട് 5 മണിക്ക് ലോറി എടുക്കും. ഞാൻ ഒരു 2 മണി സമയത്ത് വിളിച്ചു ഉച്ചയ്ക്ക്. വൈകിട്ട് 5 മണിക്ക് ലോറി എടുക്കും. ഇങ്ങനെ ഞാൻ നോക്കി കിലോമീറ്റർ നോക്കി 48 കിലോമീറ്റർ ഉണ്ട്. ഒന്നാമത് എന്റെ സൈക്കിളും കൊണ്ട് ഭയങ്കര ടയേർഡാ, ഫുഡും ഇല്ല. ആദ്യം എക്സ്പ്രസ് വഴി കൂടെ നമുക്ക് സൈക്കിളൊന്നും അല്ല അവിടെ, 2 വീലേഴ്സ് അല്ല അവിടെ അല്ല, ഞാൻ അറിയാതെ തെറ്റി കയറിയതാ. അപ്പൊ അവിടെ ആ വഴിയിൽ നമുക്ക് വേറെ ഷോപ്പ് ഒന്നും ഇല്ല, ഫുഡ് കഴിക്കാനായിട്ട് ഒരു വഴിയില്ല എനിക്ക്. പക്ഷെ അവിടെ എത്തും വേണം 5 മണിക്കുള്ളിൽ. അങ്ങനെ നല്ല രീതിയിൽ ചവിട്ടി അവിടെ എത്തി. അങ്ങനെ അവരെ വണ്ടി നമ്പറൊക്കെ പറഞ്ഞ് അവരുടെ അടുത്തെത്തി. ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ടയേർഡാണ്. അവരെന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ആ അണ്ണന്മാര് സേലത്തുള്ള അണ്ണന്മാരാ. അങ്ങനെ എൻ്റെ ഞാൻ സൈക്കിൾ അവിടെ സ്റ്റാൻഡിലിട്ട്. അപ്പോൾ അവര് സാപ്പിടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവര് അതൊരു ഡിഫറെന്റ് ലൈഫാണ്. അതായത് അവരുടെ ലോറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ ഉണ്ടാക്കലായിരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് ചോറൊക്കെ തന്നു, കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന കാരണം കൊണ്ട് മട്ടൻ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് അന്ന് രാത്രി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ മട്ടനൊക്കെ മേടിച്ച് മട്ടനൊക്കെ ഉണ്ടാക്കി തന്നു, മട്ടനും ചോറൊക്കെ. അപ്പൊ അണ്ണന്മാർ ഇതിലെ പോയപ്പോ അവര് നിർത്തി ചായയൊക്കെ കുടിച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അതെ, ഹൈവേ കൂടിയാണല്ലോ അവര് ലോറിയിൽ പോവാ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്, ഇനി വഴി പോകുമ്പോ നിർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പോണ വഴിക്ക് എന്തെങ്കിലും ലോടെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇവിടെ നിർത്തും, പുതുക്കാട് നിർത്തി ചായ. പൈസ ഒന്നും വാങ്ങില്ല. കാരണം ഒന്നാമത് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി, ഇത്രയും 4 ദിവസം അവരെന്നെ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നു. അപ്പൊ ഞാനിവിടെ പാലിയേക്കരയാണ് ഇറങ്ങി. അന്ന് അവർക്ക് അവിടെ കുറച്ച് ലഗേജ് ഇറക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലിയേക്കര ഇറങ്ങി, ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്താ രാത്രി. എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ഈ അണ്ണന് കുറച്ച് പൈസ കൊടുക്കാനുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 1500 രൂപയ്ക്കാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോ എന്നെ അടിക്കാൻ വന്നു. എന്നിട്ട് പറഞ്ഞു ഏണ്ടാ നീ എന്നോട് തമ്പി താനേ, എനിക്ക് കേരളാവിൽ ഒരു തമ്പി എടുക്കാതെ നീ താനേ. അതുപോലെയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. അടുത്ത ട്രാവൽ എവിടേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അടുത്തത് ഇപ്പൊ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാന്ന്. അപ്പൊ അതിന്റെ മൗണ്ടറിംഗ് കോഴ്സിന്, ബേസിക് മൗണ്ടറിംഗ് കോഴ്സിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അരുണാചൽ പ്രദേശ്. അപ്പൊ അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ അത് ഓഗസ്റ്റിൽ തുടങ്ങും. അപ്പൊ എനിക്ക് ജൂൺ ജൂലൈ ആയിട്ട് ഇവിടെ നിന്ന് പോകണം. അപ്പൊ ഇവിടുന്ന് ജൂലൈക്ക് ആകുമ്പോ പോയി കോഴ്സ് 1 മന്ത് കോഴ്സാണ്. 1 മന്ത് കോഴ്സാണ്. ഞാൻ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് കുറച്ചാൾ അവിടെ നിന്നിട്ട്. ഓക്കെ. അപ്പോഴും ഈ ചായ എങ്ങനെ പോവാനാ പ്ലാൻ? എങ്ങനെയാ ഇപ്പൊ മനസ്സിൽ ഇവിടെ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി പോകാനാണ്. മേ ബി ഇപ്പൊ എനിക്കിപ്പോ ഒരു സിനിമ വന്നിട്ടുണ്ട്, അതില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിയാണ്. കാരണം എന്റെ മനസ്സിൽ വേറെ കുറെ ഐഡിയകളുണ്ട്. ഐഡിയ മീൻസ്
ലൈക്ക് ഇപ്പോ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 35 ലക്ഷം വരും. അത്രയും ഈ ഹ്യൂജ് എമൗണ്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പൊ ഒരു ഇങ്ങനെ ലൈക്ക് ഇതുപോലെ തന്നെ സൈക്കിളും എന്നെ പോണം എന്ന് എന്റെ മനസ്സിലുണ്ട്, ലൈക്ക് അവിടെ വരെ. കാരണം നേപ്പാൾ വരെ എക്സ്പ്ലോർ ചെയ്ത് പോണം എന്നുണ്ട്. അപ്പൊ മേ ബി ഈ സിനിമ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ സൈക്കിളുമേ ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കാം പോകുന്നത്. ശരി. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസും ആഗ്രഹങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്ന ജീവിതം ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകട്ടെ. ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് അവസരങ്ങൾ സിനിമയിലായാലും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിതം മുന്നോട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും വിലപ്പെട്ട സമയം നമ്മുടെ സ്റ്റോറീസ് ഓഫ് പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ച ടി ബ്രോയ്ക്ക് ഇതിന് എല്ലാവിധ താങ്ക്സ്. And this is KP signing off Stories of Fourth Wall. Myself, T Bro. This is my choice.